പ്രഭാസ് നായകനാകുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ കഥ തന്റെ അനുവാദമില്ലാതെ ഒരു താരം പുറത്തുവിട്ടെന്ന ആരോപണവുമായി തെലുങ്ക് സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാങ്ക രംഗത്തെത്തിയിരിക്കുകയാണ്. വൃത്തികെട്ട PR ഗെയിം എന്ന ഹാഷ്ടാഗോടെയാണ് സന്ദീപ് റെഡ്ഡി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അഭിനേതാവിന്റെ പേര് പറയാതെയാണ് സന്ദീപ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എങ്കിലും ദീപിക പദുക്കോണിനെയാണ് ഇതിലൂടെ ഉന്നം വെച്ചിരിക്കുന്നതെന്ന് പ്രേക്ഷകർ കമന്റുമായി എത്തി. സന്ദീപ് റെഡ്ഡിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു അഭിനേതാവിനോട് ഒരു കഥ പറയുമ്പോൾ 100% വിശ്വാസം അവരിൽ അർപ്പിക്കാറുണ്ട്. വാക്കാൽ പറയാത്ത ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഇവിടെയുണ്ടാകും. എന്നാൽ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതിലൂടെ നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തിയാണെന്ന് സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞു. ഒരു യുവനടനെ താഴ്ത്തിക്കെട്ടി കഥ ലീക്കാക്കുന്നതാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഫെമിനിസം? ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയിൽ എന്റെ കഴിവുകൾക്ക് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കത് മനസ്സിലാവുകയുമില്ല ഒരിക്കലും. അടുത്ത തവണ നിങ്ങൾ കഥ മുഴുവൻ പറഞ്ഞോളൂ, എങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് സന്ദീപ് റെഡ്ഡി വാങ്ക എക്സിൽ കുറിച്ചത്. പ്രഭാസിനെ നായകനാക്കി ഒരുക്കുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് സന്ദീപ് റെഡ്ഡി ഇപ്പോൾ. ചിത്രത്തിൽ നായികയായി ദീപിക പദുക്കോണിനെയാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ദീപിക പദുക്കോൺ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചതോടെ താരത്തെ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ദിവസവും 6 മണിക്കൂർ ഷൂട്ടിംഗ്, 20 കോടി പ്രതിഫലം എന്നിവയ്ക്കു പുറമെ സിനിമയുടെ ലാഭവിഹിതവും ദീപിക ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. കൂടാതെ തെലുങ്കിൽ ഡയലോഗുകൾ താൻ പറയില്ലെന്നും ദീപിക നിലപാട് എടുത്തതായും വാർത്തയുണ്ട്. ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന സംവിധായകൻ ദീപികയെ മാറ്റിയതായി പ്രഖ്യാപിച്ചിരുന്നു. പകരം തൃപ്തി ദിമ്രിയാണ് ചിത്രത്തിലെ പുതിയ നായിക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.